ഇപ്പം ജാതിയുടെ ഈ രീതിയിലുള്ള വളരെ ലിബറൽ ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു ചിത്രീകരണം നടക്കുന്നുണ്ട് മലയാള സിനിമയിൽ ഇപ്പോഴും. അപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ ജാതിക്കെതിരായിട്ടുള്ള ഒരു ജാതിയെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ചാലഞ്ചായിട്ട് വരുന്നുണ്ട്. നമ്മൾ ജാതിക്കെതിരെയുള്ള ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതിസന്ധി. അപ്പോൾ ഒരു ഭാഗത്ത് ഈ പറയുന്ന പോലെ സിനിമയിൽ വളരെ ലിബറലായ ഒരു അപ്രോച്ച് കാസ്റ്റിൻ്റെ കാര്യത്തിലുണ്ട്, മെയിൻ സ്ട്രീം സിനിമയിലൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഭാഷയായിട്ടുള്ള ഒരു ബന്ധം ദളിതരെ സംബന്ധിച്ച് അത് 2-3 രീതിയിലുണ്ട്. ഒന്ന്, ദളിതർ ഈ സിനിമയിലേക്ക് വളരെ കുറച്ച് ദളിതരെ വരുന്നുള്ളൂ. ഈ സിനിമയുടെ മേക്കിങ്ങിൻ്റെ സംവിധായകരും ക്യാമറമാൻ അങ്ങനെയുള്ള രീതിയിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രൊഡക്ഷൻ്റെ കാര്യത്തിലായാലും ഈ സിനിമ നിർമ്മിക്കുന്ന രീതി, സിനിമയുടെ ഭാഷയുടെ കാര്യത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എഴുത്തിൻ്റെ മേഖലയിൽ കുറേയൊക്കെ ഈ ജാതിയുടെ കാര്യം പറയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ നമ്മൾ സിനിമയിലാക്കുന്നു, സിനിമയുടെ ഒരു മീഡിയയിൽ എങ്ങനെയാണ് ജാതിയെ കൊണ്ടുവരിക, ജാതിയെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് 2 പ്രോസസ്സുണ്ട്. ഒന്ന്, ജാതിയെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ നമ്മൾ സിനിമയുടെ ലാംഗ്വേജിലൂടെ ജാതിയെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ അത് കാണാൻ പഠിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു സിനിമ കാണുന്നതിൻ്റെ ഒരു കൾച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടുവരുന്നൊരു രീതിയുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഇതുവരെ ജാതിയെ എങ്ങനെ കാണാമെന്ന് കൂടെ പഠിക്കേണ്ടതുണ്ട്. ജാതി എങ്ങനെ സിനിമയാക്കാന്ന് പറയുന്ന പോലെ തന്നെ ജാതി എങ്ങനെ കാണാം സിനിമയിലൂടെ. അപ്പോൾ അത്തരം ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തില്ല. കാരണം ഇപ്പോൾ സാഹിത്യത്തിൽ നമുക്ക് ദളിത് സാഹിത്യം എന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ നമുക്ക് എഴുത്തിൻ്റെയും വായനയുടെയൊക്കെ രീതികൾ അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ കാര്യത്തിൽ സിനിമ നിർമ്മിക്കുന്നത് പോലെ തന്നെ സിനിമ കാണുന്നതിൻ്റെയും അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അത് ദളിതരെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ദളിത് സിനിമയുടെ ഒരു കൾച്ചർ ഇതുവരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പല ആൾക്കാർ ഡോക്യുമെൻ്ററികളും സിനിമകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വരുന്നതേ ഉള്ളൂ, അത് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിപ്പം ചില ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രൂപേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി സംവിധായകനുണ്ട്. രൂപേഷ് ഇതുപോലെ ജാതിയുടെ വിഷയത്തെ പല രീതിയിലുള്ള ചില സിനിമകൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ചെങ്ങറ സമരത്തെക്കുറിച്ചുള്ള സിനിമ ഷിബി പീറ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ശ്രമങ്ങൾ പല മേഖലയിൽ നിന്ന് നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം പിന്നെ പാപ്പിലി ബുദ്ധ എന്നുള്ള സിനിമ, അതിനെക്കുറിച്ച് എനിക്ക് ചില വിമർശനങ്ങളുണ്ട്. എന്നാലും അങ്ങനെ ചില സിനിമകളും വരുന്നുണ്ട്. അത് ഞാനീ നേരത്തെ പറഞ്ഞ പോലുള്ള ചില ജാതിയെ സിനിമയാക്കുന്നതിൻ്റെ ചില ചാലഞ്ചസ് അത് പാപ്പിലി ബുദ്ധ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അങ്ങനെ ചില പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാനിപ്പം ഈ സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് എന്നെ അലട്ടുന്നത് എപ്പോഴും, എങ്ങനെയാണ് ജാതിയെ സിനിമയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ അത് പറയും. അപ്പം അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളം പോലുള്ള സ്ഥലത്ത് ജാതിയെക്കുറിച്ച് സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ പ്രോഗ്രസീവായൊരു സ്ഥലമായിട്ടാണ്. ആ സ്ഥലത്ത് പൊതുവെ ജാതി അത്ര വിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതാം, നമുക്ക് ഇങ്ങനെ ജാതിയുമായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ ജാതിയുമായി വിവേചനം കാണിച്ചു എന്ന് പറയാം. പക്ഷെ നമ്മൾ അതെങ്ങനെ സിനിമയിൽ കൊണ്ടുവരും. ഇപ്പോൾ ഒരു ടോർച്ചറിൻ്റെ ഒരു സംഭവം നമ്മൾ എടുക്കുകയാണെങ്കിൽ ടോർച്ചറിൻ്റെ കാര്യം നമുക്ക് കുറച്ചൊരു കാണിക്കാൻ പറ്റും, ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നു. പക്ഷെ അല്ലാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റത്തിനകത്തൊക്കെ ഉള്ള ജാതിയുടെ പ്രശ്നം, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പല രീതിയിലും മോഡേൺ സ്പേസിലെ ജാതി അത്ര വിസിബിൾ അല്ലാത്ത രീതിയിലായിരിക്കും നിൽക്കുന്നത്. ചിലത് വിസിബിൾ ആവുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ദളിത് ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയപ്പോൾ അയാളിരുന്ന കസേരയിലും മേശയിലൊക്കെ വെള്ളം തെളിച്ച ഒരു സംഭവം ഉണ്ടായി. അതൊക്കെ കുറച്ച് വിസിബിൾ ആയ കാര്യമാണ്. അതൊക്കെ നമുക്ക് കുറച്ചൊരു പറ്റും. പക്ഷെ അല്ലാതെയുള്ള കുറേ മേഖലകളിൽ വിസിബിൾ അല്ല. ഈ
അപ്പൊ അത്തരം കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അപ്പൊ സാധാരണ എല്ലാവരും ജാതിയെക്കുറിച്ചൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ തന്നെ പൊതുവെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ദളിത് പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമകളെല്ലാം മിക്കവാറും ഈ അട്രോസിറ്റീസ്, ടോർച്ചർ അങ്ങനെയുള്ള കാര്യത്തിലാണ് നിൽക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രശ്നങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കും. അല്ലാതെ ഈ സിസ്റ്റത്തിനകത്തുള്ള ജാതിയുമായിട്ടുള്ള വയലൻസ്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വയലൻസ്, ഇതുപോലുള്ള കാര്യങ്ങളിൽ വളരെ അത്ര കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. കാരണം ഈ ഒരു ചാലഞ്ചിനെ ഏറ്റെടുക്കുന്നില്ല. എങ്ങനെ ജാതീയ സിനിമയിൽ കൊണ്ടുവരാന്നുള്ളത് ആ ഒരു രീതി ചെയ്യുന്നില്ല. അപ്പം എനിക്ക് ആ ഒരു പ്രശ്നമായിരുന്നു ഉണ്ടായത്. രണ്ടാമത് ഈ ഡോക്യുമെന്ററിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ് ഫീൽഡ്. മ്യൂസിക്കിലെ ജാതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നിൽക്കുന്നതാണ്. ഇപ്പൊ ആരെങ്കിലും നമ്മളിപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഈ ചില സ്ഥലങ്ങളിൽ ഈ ദളിതരായിട്ടുള്ള മേളം വായിക്കുന്ന ആൾക്കാർ, അവര് ഈ ഏതെങ്കിലും ഒരു ചടങ്ങിൽ, സാമൂഹ്യ ചടങ്ങിൽ വായിക്കാത്തത് കൊണ്ട് അവരെ ഊരുവിലക്ക് കൽപ്പിച്ച സംഭവങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആന്ധ്രയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂർ, കർണാടകത്തിലെവിടെയോ അങ്ങനെ ഉണ്ടായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇതുപോലുള്ള വിലക്കുകളുണ്ട് കേരളത്തിൽ, ശരിക്കും ഉണ്ട്. പക്ഷെ അത് ഈ രീതിയിലല്ല എന്നുള്ളത് ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഈ മ്യൂസിക്കിന്റെ രംഗത്ത് പക്ഷെ ഇതിനേക്കാളും വളരെ കോംപ്ലക്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഇപ്പൊ ഈ സംഗീതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ കാണും. സംഗീതം വിഭജിക്കപ്പെടുന്ന ഈ ഓരോ കാറ്റഗറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ജാതി ആയിരിക്കും ഒരു ജാതിയും പല ഘടകങ്ങളായിരിക്കാം. അത്തരം കാറ്റഗറികൾ ഉണ്ടായി വരുന്നതിന്റെ ഒരു രീതി. ഇപ്പൊ നമ്മൾ ക്ലാസിക്കൽ എന്നും ഫോക്ക് എന്ന് പറയുന്ന പല ഗണങ്ങൾ ഉണ്ടായി വരുന്നതിന്റെ പിന്നിൽ ജാതി, പിന്നെ ജെൻഡർ, അങ്ങനെ പല വിഷയങ്ങൾ അതിൽ ബാധിക്കുന്നുണ്ട്. പിന്നെ ശബ്ദത്തിന്റെ രീതിയിലായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. ശബ്ദത്തിന്റെ രീതിയിൽ എന്ന് പറഞ്ഞപ്പം ചെണ്ട അസുരവാദിയായിട്ട് പറയുന്നത്. അപ്പോൾ ഉയർന്ന ശബ്ദമുള്ളത് അസുരവാദ്യം. അപ്പോൾ വളരെ ഒരു മന്ത്രത്തിന്റെ സ്വരം എന്ന് പറയുന്നത് വളരെ പതിയുള്ള ഒരു ശബ്ദമുള്ള, അതിനെ ഭയങ്കര ഒരു റെസ്പെക്റ്റബിൾ ആയ സംഭവമായിട്ട് കാണും. അതിനെയാണ് നമ്മൾ ദേവവാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നത് ഈ ഉയർന്ന ശബ്ദമുള്ളതിനെ താഴ്ന്ന ജാതികളുമായിട്ട് കണക്ട് ചെയ്യും. ആ രീതിയിൽ അങ്ങനെ സൗണ്ടിന് അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് മ്യൂസിക്കിന്റെ രംഗത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ ചെണ്ടയും പിന്നെ സിനിമാറ്റിക് ഡാൻസ്, നാടൻ പാട്ട് എന്ന് പറയുന്നത് ഈ 3 മേഖലകളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെണ്ടയുടെ രംഗത്ത് എന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും പല രീതിയിലാണ് ജാതിയുടെ കാര്യങ്ങൾ നടക്കുന്നത്. ചെണ്ടയുടെ മേഖലയിൽ അത് ഒന്ന് പലതരം ചെണ്ടകളുണ്ട്. ഇപ്പൊ തെക്കൻ ചെണ്ട, വടക്കൻ ചെണ്ട എന്ന് പറയുന്ന രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. കൂടുതലും തെക്കൻ ചെണ്ട എന്ന് പറയുന്നവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ശിങ്കാരി മേളം പോലുള്ള മേളങ്ങളാണ്. പിന്നെ വടക്കൻ ചെണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കപ്പെടുന്നത് ഈ പഞ്ചാരി മേളം, അതുപോലുള്ള, പിന്നെ അതിൽ പാണ്ഡ്യ മേളമുണ്ട്, അതുപോലുള്ള ചില മേളങ്ങളാണ്. ഇതിലൊരു തരംതിരിവുണ്ട്. ശിങ്കാരി മേളം എന്ന് പറഞ്ഞ് താഴ്ന്നയായിട്ട് കാണുന്നത്, എന്നാൽ പഞ്ചാരി മേളം കുറച്ചുകൂടി ഉയർന്നതാണ്. അപ്പൊ ഈ യുവജനോത്സവങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു എഴുതപ്പെടാത്തൊരു നിയമമാണ്, പഞ്ചാരി മേളത്ത് വായിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ പ്രൈസ്. അപ്പൊ ആ വിഷയം ഇതിനകത്ത് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശിങ്കാരി മേളം എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ മേളമായിട്ട് കാണുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് ഒരു താളമഹോത്സവം നടന്നു. അതില് താളമഹോത്സവത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് മേളങ്ങൾ അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഈ പഞ്ചാരി മേളം, പിന്നെ പഞ്ചവാദ്യം, അതുപോലുള്ള ഒരുപാട് മേളങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ മാപ്പിള കലകളുമായിട്ട് ബന്ധപ്പെട്ട മേളങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ശിങ്കാരി മേളം ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ സംഘാടകർക്ക് ഞാൻ ചോദിച്ചു എന്താണ് ശിങ്കാരി മേളം ഇല്ലാത്തത്. അപ്പൊ അവർ പറഞ്ഞു ഇത് ഉദ്ഘാടനത്തിന്റെ അന്ന് ഒരു വിളംബര ജാഥ ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ ശിങ്കാരി മേളം ഉപയോഗിച്ചു. അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ശിങ്കാരി മേളം ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വിളംബര ജാഥ റോഡിലൂടെ നടത്തുകയാണ്. അപ്പം പബ്ലിക് സ്പേസിൽ മാത്രമാണ് ശിങ്കാരി മേളത്തിന് സ്കോപ്പ് ഉള്ളത്. സ്കോപ്പല്ല, അതിന്റെ സ്ഥാനം അവിടെയാണ്. അപ്പൊ അത് ഇതുപോലൊരു താളമഹോത്സവം പോലൊരു വലിയ ഒരു സ്ഥലത്ത്
അല്ലെങ്കിൽ ദിവ്യമായിട്ടൊക്കെ കരുതുന്ന ഒരു സ്ഥലത്ത് ഇതിന് സ്ഥാനമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിലാണ് ഈ ശിങ്കാരിമേളം പഞ്ചാരിമേളം പോലുള്ള കാര്യത്തിൽ ഒരു ഡിവിഷൻ ഉള്ളത്. രണ്ടാമത് ഈ ചെണ്ടയ്ക്ക് തന്നെ രണ്ട് തലങ്ങളുണ്ട്, ഇടംതലയും വലംതലയും. ഇത് തന്നെ അതിനകത്തൊരു വിവേചനമുണ്ട്. കാരണം അതിൽ ഉയർന്ന ശബ്ദം കേൾക്കുന്നത് അമ്പലത്തിൽ തന്നെ മതിലിനകത്ത്, മതിലിനകത്ത് പോലും ഈ ക്ഷേത്രത്തിന്റെ ഈ സോപാനത്തിന് പുറത്ത് കൊട്ടാൻ പറ്റുന്നത് ഇതാണ്, ഈ ഉയർന്ന ശബ്ദമുള്ള ആ ഭാഗമാണ്. മറ്റത് പൂജാ സമയത്ത് വായിക്കുന്നത് ദേവഭാഗമാണ്. അപ്പം അസുരഭാഗവും ദേവഭാഗമായിട്ട് അതിനെ പോലും തിരിച്ചിട്ടുണ്ട്. ചെണ്ടയ്ക്ക് തന്നെ ഈ അമ്പലത്തിനകത്ത് കയറുന്ന ചെണ്ടയിൽ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നുണ്ട്. പിന്നുള്ളത് ഈ ആൾക്കാരുടെ കാര്യത്തിൽ, ഇത് ചെണ്ട വായിക്കുന്ന ആൾക്കാരുടെ ജാതി ഒരു പ്രധാന ഘടകമാണ്. കാരണം ഈ അമ്പലത്തിനകത്ത് ഈ താഴ്ന്ന ജാതിക്കാർക്ക് മേളം വായിക്കുന്നതിനൊരു വിലക്കുണ്ട്. വിലക്കെന്ന് പറയുമ്പോൾ അത് നിയമപരമായിട്ടുള്ള വിലക്കല്ല, പക്ഷെ അത് സീനിയറായിട്ടുള്ള വാദ്യക്കാരെല്ലാം കൂടെ ചേർന്ന് നടപ്പാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു മേളക്കാരനുണ്ടെങ്കിൽ അവർ ഒഴിവാക്കും, ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കാൻ ശ്രമിക്കും. അപ്പൊ അതുപോലെ ഒരുപാട് തവണ ഒഴിവാക്കപ്പെട്ട ഒരാളാണ് ഇതിനകത്ത് ഞാൻ ഒരു കലാമണ്ഡലം ചന്ദ്രൻ ഒരാളാണ്. അപ്പോൾ അത് 36 വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു മേളക്കാരനാണ്. പക്ഷെ ഈ മേളക്കാരനെ തന്നെ പലതവണ അമ്പലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. കാര്യം ഒരു ദളിതനായിട്ട് മാത്രം. പഞ്ചവാദ്യ ലോകത്തായി മേളലോകത്തായി ഇപ്പം അത് ക്ഷേത്രം അതിനകത്ത് ഇപ്പോഴും ഭയങ്കര അത് രൂക്ഷമായി ഇപ്പം അടുത്ത കാലത്ത് ഒരു 5 കൊല്ലത്തിന് ശേഷം ഈ ജാതി വ്യവസ്ഥ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കലാലോകത്ത്, പ്രത്യേകിച്ചും പഞ്ചവാദ്യ ലോകത്തൊക്കെ.